ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ, നമ്മൾ തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ നിന്ന് എണ്ണ ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മുഖാംഗം ചുളിയും. കാരണം എന്നെ ഒത്തിരി ടൈം എടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കണം. പക്ഷെ ഞാനിവിടെ വെറും 10 മിനിറ്റിൽ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവണേ അവരെ തേപ്പിക്കണത് എന്നാ വലിയ അമ്മച്ചിമാരൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണയായിരിക്കും. ഒത്തിരി സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ ഒത്തിരി ഗുണം ചെയ്യണതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ല മുടി തിക്കായിട്ട് വളരാനും എല്ലാം ഒത്തിരി സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ. അതുപോലെ തന്നെ നമ്മൾ നോർമൽ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുമുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇത് എളുപ്പത്തിൽ വെറും 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 2 തേങ്ങ, ഒരു മീഡിയം സൈസിലുള്ള 2 തേങ്ങ അത് ചിരണ്ടി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു തനിപ്പാലായിട്ട് നമുക്ക് എടുക്കാം, പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ കൂട്ടി ഇത്തിരി വെള്ളമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഈ തേങ്ങ ആദ്യത്തെ പാലൊന്ന് ഞാൻ കാണിച്ചു തരാമേ, തനിപ്പാൽ അത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിന് നല്ല ചൂടുള്ളതാണേ, ഇച്ചിരി തണുത്ത വെള്ളമോടെ ഒഴിക്കുക. ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞ് നമുക്ക് വിഷയമൊന്നും മഞ്ഞില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണ്ടേ, ചൂടൊക്കെ ഉണ്ട്. എന്താ ഇവിടെ ഒരാൾ ഏത് സമയത്തും ഉണ്ട് ഇല്ല പൊന്നോ. അമ്മ ഇതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കട്ടെ വിട്ടേ. നന്നായിട്ട് ഇങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അല്പം നമ്മളിങ്ങനെ ചിരണ്ടിയിട്ട് എണ്ണയുള്ള തേങ്ങ എടുക്കണം. എണ്ണയുള്ളത് എങ്ങനെ മനസ്സിലാവണം? നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അത് വിട്ട് കഴിയുമ്പോൾ എന്താവും, കയ്യിൽ നല്ല ഓയിൽ ആയിട്ട് കാണും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തേങ്ങ എടുക്കുവാണ് ഓയിൽ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നല്ലത്. എന്നാലാണ് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ കിട്ടുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പൊന്നൂസ് എന്നാ പറഞ്ഞെന്നറിയോ? അമ്മയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 2 തവണ പിഴിഞ്ഞു. ഉണ്ടോ ഇത്ര ഈ പാത്രത്തിന് ഇത്രയാണ് തേങ്ങാപ്പാൽ കിട്ടിയത്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അടപ്പ് വെച്ചൊന്ന് മൂടി ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ്, ഇപ്പം ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മതി. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാന്ന് വെച്ചാൽ ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാത്രത്തിൽ മൂടി വെക്കണം കേട്ടോ. നമുക്ക് നാളെ എടുത്ത് നോക്കാം. ഇപ്പം മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഓക്കെ ആവും കേട്ടോ. നമുക്ക് കാണാൻ ബാക്കി. അപ്പോൾ അതുണ്ടോ 1 നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേക്കണേ കേട്ടോ. നമുക്ക് നോക്കാം ഏത് അവസ്ഥയിലായിരുന്നു കണ്ടോ. അപ്പം അതിൻ്റെ ഇതെന്താണെന്നറിയോ, അതിൻ്റെ തേങ്ങയുടെ പാലൊക്കെ കട്ടയായിട്ട് വന്ന് ബാക്കി വെള്ളമൊക്കെ അടിയിൽ ഊറിക്കിടക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് എളുപ്പത്തിൽ എണ്ണ ഉണ്ടാക്കാൻ പറ്റും. ഇതാ തേങ്ങയുടെ പാല് മാത്രമായതുകൊണ്ട് വെള്ളം ഇതിലില്ലല്ലോ, പെട്ടെന്നായി കിട്ടും കേട്ടോ. ഞാൻ ഇതൊന്ന് എടുത്തിട്ട് വരാവേ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഫുള്ള് ക്ലിയറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, വെള്ളം വേറെ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, ഇത് ഫുള്ള് കളയുന്ന പച്ച വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളമില്ലേ അതാണ്. ഈ തേങ്ങാപ്പാൽ നമുക്ക് അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് നമുക്ക് എണ്ണയാക്കി ഉരുക്ക് വെളിച്ചെണ്ണയാക്കി എടുക്കാം കേട്ടോ. ഇതിനി ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ഒന്ന് ജസ്റ്റ് അടി പിടിക്കുകയൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ കേട്ടോ നമ്മുടെ പണികളും നടക്കും. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മാത്രം മതി. കണ്ടോ, ഞാൻ ഒരു ഉരുളിയിൽ വിറകടുപ്പിൽ വെച്ചു.
ഇത് ഇനി ഗ്യാസിൽ വെച്ചാലും പെട്ടെന്നായി കിട്ടും കേട്ടോ. എന്നാലും എനിക്ക് വിറകടുപ്പ് തീയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ജാതിക്ക് ഉണക്കാനിട്ടേക്കണം കേട്ടോ. മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഉണങ്ങി കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് അടുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രം എന്തെങ്കിലും ഒരു ബൗൾ നന്നായിട്ട് തുടച്ചുണക്കി, നല്ല വെയിലത്തൊക്കെ, വെയിലില്ലല്ലോ, അടുപ്പിൻ്റെ ഭാഗത്ത് കാണിച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. നമുക്ക് ഈ എണ്ണ ആയി വരുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പാത്രം അല്ലെങ്കിൽ എണ്ണ ചീത്തയായി പോവും, കാറിപ്പോവും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനതുകൊണ്ട് ഈ കപ്പ് നന്നായിട്ട് കഴുകിയതാണ് ഈ അടുപ്പിൻ്റെ ഭാഗത്ത് അങ്ങ് വെച്ച് ഉണങ്ങി കിട്ടിക്കോളും. കണ്ടോ, ഇത് വെച്ച പടി തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടോ. ഉണ്ടോ, ചെറിയ തീ മതി, കാരണം ഇത് ഫുള്ള് ഓയിലാവാനുള്ളതാണ്. അപ്പം നമുക്ക് അല്ലാണ്ട് വെച്ചാൽ അത് തിളച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പാടും, ഒത്തിരി വെള്ളമൊക്കെ ആയിട്ട് ആ വെള്ളം മൊത്തം വറ്റി വരേണ്ടത്. കണ്ടോ, ഇത് പെട്ടെന്നായി വന്നുണ്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് തീ ഇല്ലേലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി തീ ഉണ്ട്, 5 മിനിറ്റ് പോലും ആയില്ല കേട്ടോ. പക്ഷേ എണ്ണ ഇവിടെ തെളിഞ്ഞ് തന്നെ ഉണ്ടോ. ഉണ്ടോ എണ്ണ കിടക്കണുണ്ടോ, അതാണ്. ഇത് ഞാനിവിടെ ഇളക്കിക്കൊണ്ട് നിന്നൊന്നുമില്ല, പക്ഷെ ഞാൻ എൻ്റെ പണിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കും. നമുക്കിതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് ആ തേങ്ങാ പാലൊന്ന് പിഴിയാൻ വേണ്ടിയുള്ള സമയം. അതുകൊണ്ട് ഇത് ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒത്തിരി നാൾ വെച്ച് ഉപയോഗിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കോരിയെടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെരിച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ആയി വരുമ്പോൾ തന്നെ ഇങ്ങനെ മറ്റേ നമ്മൾ ഉണക്കി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. കുറച്ച് നാളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എണ്ണ മൂക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അപ്പം അങ്ങനെ മൂത്ത് വന്നില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. ഒന്നാമത് ഈ മഴയൊക്കെ അല്ലേ, മഴക്കാലമൊക്കെ അല്ലേ. അപ്പം ഞാനതുകൊണ്ട് ഇത്തിരിയൂടെ നല്ല യെല്ലോ കളറായിട്ട് വരും കേട്ടോ. ഇപ്പം ഈ പാകത്തിന് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഫുൾ ഓയിൽ നമുക്ക് കിട്ടും. പൊന്നസാണേ, ഇത്തിരിയൂടെ കഴിയുമ്പോൾ അതിൻ്റെ ആ കക്കം പോലെയുള്ള പോർഷനില്ലേ, അത് ആ എണ്ണ ഇങ്ങനെ കുടിച്ച് വരും. അതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ ഇത് പാത്രത്തിലേക്ക് കോരി ചെരിച്ച് വെച്ചിട്ട് കോരി എടുക്കുവാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി യെല്ലോയിഷ് കളറൊക്കെ ആയി വരും കേട്ടോ. ഇത്ര ഇപ്പം ഇനി ഞാൻ എണ്ണയൊക്കെ പതിയെ ചെരിച്ച് വെച്ച് ഊറ്റിയെടുക്കും കേട്ടോ. കണ്ടോ, എണ്ണ കിടക്കണുണ്ടോ. അപ്പോൾ ആദ്യം ഊറ്റിയെടുക്കണം, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്നത് പിന്നെ ഊറ്റിയെടുക്കണം കേട്ടോ. കണ്ടോ, ഞാൻ ആദ്യം ഊറ്റിയെടുത്തപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ, ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ കിട്ടുള്ളൂ, പിന്നെ കുറച്ചാണ് കിട്ടും. ഇപ്പം ഇതിലിഞ്ഞി വെളിച്ചെണ്ണയൊന്നുമില്ല. ഇനി ഇതിലുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി വന്നെ, അന്നേരം നമുക്ക് ബാക്കി ബാലൻസ് ഇത്തിരി കഴിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഊറ്റി എടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് എണ്ണ കൂടി ഉണ്ടായി വന്നിട്ടാണ് കേട്ടോ. അത് നമുക്ക് പതിയെ ചെരിച്ച് വെച്ച് ഊറ്റിയെടുക്കാം. ഇത്രയൊക്കെ എണ്ണയാണ് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എനിക്കിത് ഇത്ര എണ്ണ കിട്ടിയിട്ടുണ്ട്. 2 തേങ്ങയിൽ നിന്ന് ഇത്ര എണ്ണ ഈ പ്രാവശ്യം കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇതിനൊരു ഡ്രോബാക്ക് കണ്ടുപിടിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ബാലൻസ് തന്നെ ഇതില്ലേ, അത് തിന്നാൻ നല്ല. പക്ഷേ ഈ രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും ഇല്ല കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉരുക്ക് വെളിച്ചെണ്ണ എല്ലാവർക്കും നല്ല മുടിക്കും സ്കിന്നിനും എല്ലാവർക്കും നല്ലതാണ്. അപ്പം അങ്ങനെയൊന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ മടി പിടിച്ച് ഉണ്ടാക്കാത്തവർ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.